പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം. ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ. അവിടുത്തെ കാരുണ്യം എന്നിൽ വന്ന് നിറയുന്ന അനുഗ്രഹമുള്ളൊരു പ്രഭാതമാക്കി അവിടുന്ന് ഇതിനെ മാറ്റണമേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം, അത് യൂദാസിനെ കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് ഒടുവിൽ ആ പണസഞ്ചി കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിന് മുമ്പിൽ വലിച്ചെറിഞ്ഞ് തൂങ്ങി മരിക്കുന്ന യൂദാസിനെ കുറിച്ച്. അയാൾ എപ്പോഴും പണസഞ്ചിയുടെ മേൽ കണ്ണുവെച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനായിരുന്നു. എല്ലാത്തിനും അയാൾ ഒരു കച്ചവടക്കണ്ണുണ്ടായിരുന്നു. ഇസ്കറിയോത്ത് എന്ന് പറയുന്ന വ്യാപാര പട്ടണത്തിൽ നിന്ന് ക്രിസ്തുവിനോടൊപ്പം കൂടിയ ആ ശിഷ്യന് എല്ലാ ബന്ധങ്ങളെയും എല്ലാ ക്രമങ്ങളെയും അവൻ ഒരു വ്യാപാര കണ്ണോടുകൂടെ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിൻ്റെ കാൽപാദത്തിങ്കിൽ ഒരു സ്ത്രീ കൊണ്ടുവന്നൊഴിച്ച് അവൻ്റെ കാൽപാദങ്ങൾക്ക് പൂജ നൽകുകയും പിന്നെ അവിടെ ചുംബിക്കുകയും ചെയ്ത സ്ത്രീയെ നോക്കിയിട്ട് യൂദാസ് വിളിച്ചു പറഞ്ഞത്, ഈ തൈലം 30 ദിനാറയ്ക്ക് വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. എല്ലാത്തിനെയും പണത്തിൻ്റെ കണ്ണോടുകൂടെ നോക്കിക്കണ്ടിരുന്ന യൂദാസ് ഒടുവിൽ അയാളുടെ പണത്തോടുള്ള ആർത്തി ദൈവമായ കർത്താവിന് വിലയിടുവാൻ വേണ്ടി വരെ എത്തിച്ചേർന്നു. ആ ആർത്തി ചിലപ്പോഴിങ്ങനെയാണ് മനുഷ്യൻ അമിതമായ പണത്തിന് പിന്നാലെയുള്ള നെട്ടോട്ടങ്ങൾക്കൊടുവിൽ മനുഷ്യനെയും ദൈവത്തെയും തൂക്കി വിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോയേക്കാം. പണം വേണം പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ്റെ ജീവിതം മുൻപോട്ടോടുവാൻ പണത്തിന് പണം തന്നെ അത്യാവശ്യമാണ്. എന്നാൽ ഈ പണം സമ്പാദിക്കുവാൻ വേണ്ടി മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏത് വഞ്ചനയും ഏത് ചതിയും ചെയ്തു കൂട്ടിയാൽ ആ പണസമ്പാദനത്തിന് ഒരു നീതിയുടെ മാർഗമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തെ ചതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. യൂദാസിന് സംഭവിച്ചതാണ്. എല്ലാ ലാഭ കണ്ണോടുകൂടെ നോക്കിക്കാണുവാനായിട്ട് പരിശ്രമിച്ച ഒരുവൻ ഒടുവിൽ ദൈവമായ കർത്താവിനെ തൂക്കി വിറ്റു. 30 വെള്ളിക്കാശിന് തൻ്റെ ഗുരുവിന് വില പറഞ്ഞു ഉറപ്പിച്ചവൻ ചോരയിൽ പിടഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ഗുരുവിൻ്റെ അരികിലേക്ക് മെല്ലെ നടന്നു ചെന്ന് ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചു നിൽക്കുന്ന പടയാളികൾക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവൻ സ്നേഹത്തിൻ്റെ ചുംബനം കൊടുത്തു. പ്രിയരെ, പണത്തിന് വേണ്ടി മനുഷ്യൻ സ്നേഹത്തെയും തൂക്കിവിറ്റു. പണത്തിന് വേണ്ടി മനുഷ്യൻ വിശ്വാസത്തെയും വിശുദ്ധിയെയും തൂക്കിവിറ്റ് കളഞ്ഞു. ഇതാണ് പലപ്പോഴും പണത്തോടുള്ള ആർത്തിയിൽ സംഭവിക്കുന്നത്. എല്ലാ ബന്ധങ്ങളെയും നിസാരമായി കണക്കാക്കും. സ്നേഹത്തെ പോലും മനുഷ്യൻ വഞ്ചിക്കുന്നവനായിട്ട് മാറും. ഒടുവിൽ യൂദാസിന് ആ പണം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഗുരുവിൻ്റെ വിലയായിട്ട 30 വെള്ളിക്കാശ് അവൻ ദേവാലയ ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, നിഷ്കളങ്കന്റെ ചോരയെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തു. പുരോഹിതന്മാർ പറഞ്ഞു, ഈ പണം ദേവാലയത്തിന് ചേരുന്നതല്ല, അതുകൊണ്ട് അസ്ഥിയുടെ താഴ്വാരം രക്തത്തിൻ്റെ പറമ്പ് പോയവർ വാങ്ങിച്ചു. ആ പണം കൊണ്ട് യൂദാസ് പോയി തൂങ്ങിച്ചാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരാളെ വഞ്ചിച്ച് ജീവിതത്തിൽ നീ നേടിയെടുക്കുന്നത് ദേവാലയ ഭണ്ഡാരങ്ങൾക്ക് പോലും അഭികാമ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അത് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്രദമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അവിടെയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു പോകുന്നത്. ഒന്ന് കണ്ണടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പണത്തിന് ജീവിതത്തിൽ അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ അവിടെ നിന്നെ പഠിപ്പിക്കണമേ. അവിടുത്തെ കൃപ എൻ്റെ മേൽ ഒഴുകി വരുവാൻ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.